ഭാര്യ സ്നേഹിക്കാൻ വരുമ്പോൾ ഭർത്താവ്. അടുത്ത ദിവസം ഭർത്താവ് സ്നേഹിക്കാൻ വരുമ്പോൾ ഭാര്യ. രാമനാഥനും നാഗവല്ലിയും തമ്മിലുള്ള ഒരു മുറ വന്ന് പാറായോ ഒരു മുറയിൽ ഇത് മറ്റ് സ്ത്രീകളുടെ പുറകെ നടക്കുന്നത് എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു പാഠമായിരിക്കണം. ഞാനിനി ആരുടെയും പുറകെ പോത്തില്ല, കല്ലിന്റെ പുറയിലല്ലാതെ. എന്തോ എടുക്കണ്ടേ? ഫോട്ടോ ഫോട്ടോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഫോട്ടോ എടുക്കണോ? ചിരിക്കടി, നല്ല ചിരി. അവളോടും ചിരിക്കാൻ പറ. ചിരിയടി. എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുത്തടി. എന്നാ ഒന്നുകൂടെ ചിരി, ഇച്ചിരി നല്ലൊരു പോസ്. ഫേസ് ടു ഫേസ് ഇരി. ഫോട്ടോ ആരാ കാണിക്കാനാ? മക്കൾക്ക് സ്വന്തമായിട്ട് കണ്ട് സമാധാനിക്കാന്. ഇങ്ങോട്ടോ കാത്തു കാത്തു അങ്ങനെ പറ. എന്നെ നോക്ക്. എന്താ കോണ്ടാക്ട് ഇല്ലാത്ത? ഇങ്ങോട്ട് നോക്ക്. വാടച്ചിരിക്കാൻ പറ. വാടച്ചിരുന്നാലേ ഞാൻ എടുക്കത്തു. പ്ലീസ്. ഇല്ല, അവർക്ക് എന്നാ ഒന്ന് ഇടിച്ച്. അയ്യോ എടുക്കെടുക്ക്. ഇരിക്കാൻ പറ. പോസ് ചെയ്യാൻ പറ. എന്നെ നോക്കാൻ പറയണം കേട്ടോ. ഇരുന്നിട്ട് ഇരുത്തടി. ഇരുത്ത്. ഹാപ്പിനെ നോക്കി പിന്നെ ഇറങ്ങിപ്പോ. ഹാപ്പി വാ. കല്ലുവിനെ കേട്ടോ. അവളെ നല്ലോണം പോസ് ചെയ്ത്. അവിടെ വായിരിക്കുന്ന കച്ചറ താനം കണ്ടോളാ. നീ ആരെങ്കിലും ഒരാളെ ഇരുത്ത്, ഞാൻ നല്ല ഫോട്ടോ എടുത്തു തരാം. ആ കാത്തു കയറാനായിട്ട് അടി. ചിരിക്കാൻ പറ. ഇതെനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ടെസ്സെ വിളിച്ച ബാക്കി ആരും ശല്യപ്പെടുത്തത്തില്ല. ഹാപ്പി ഇരിക്കും. എല്ലാരും പോയി ഹാപ്പി ഇരിക്കും. ഇരുന്നോ. ഇതെന്ത് എവിടെ പോന്ന്? ഇതേ എവിടെ പോന്ന്? മസ്തന്നെ കൂടി വഴി ഊട്ടിക്കത്. അത് അടിപൊളി ഫോട്ടോ അടി. അത് അടിപൊളി ഫോട്ടോ. അങ്ങനെ നിക്കട്ട്. നരേന്ദ്ര ഹാപ്പി വലി പറഞ്ഞാ മതി. ഓക്കെ, രണ്ടുപേരോട് ഇരി. ഫേസ് ടു ഫേസ്. കണ്ണും കണ്ണും പാട്ട് പാടി കൊടുക്കും. അടുത്ത ആള് വന്ന് കണ്ണും കണ്ണും. അത് നീ എടുക്കണ്ട. അതെടുത്താ ഫോട്ടോ ഇല്ല. ഇങ്ങോട്ട് വാ. മക്കളിങ്ങി വാ. നീ കല്ലുവിനെ വിളിക്ക. അവളെ അടിപൊളിയായിട്ട് കിണ്ണാച്ചിയായിട്ട് ഇതെന്ത് ഇത്? എവിടെ പോന്നു? മസനക്കുടി വഴി കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാനാണോ? അല്ല, തല കാണാതെ എങ്ങനെ ഫോട്ടോ കിട്ടുന്നത്? തല കാണാതെ ഫോട്ടോ കിട്ടത്തില്ല. നിന്റെ തോളത്ത് കൈ എടുത്ത് വെച്ചു നോക്കാം. അപ്പൊ ചിലപ്പോ നല്ല ഫോട്ടോ കിട്ടും. ഓക്കെ, അടിപൊളി ഫോട്ടോ. അടിപൊളി കിണ്ണാച്ചി ഫോട്ടോ. ഇത്രയും നല്ലൊരു ഫോട്ടോ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ. നിങ്ങൾ രണ്ടുപേരെയും കണ്ടിട്ട് സിനിമാ നടിമാരെ പോലെ ഉണ്ട്. ഞാനൊക്കെ പണ്ട് സിനിമാ നടിയാണല്ലോ. ഒരാളെ കിട്ടിയല്ലോ. അടുത്ത ആളെ. നീ ഇറങ്ങ് പോ.
അത് കൊള്ളാം, ഇപ്പൊ പോണ്ട. ഹാപ്പി ഇതുകൊണ്ട് നിന്നെ മാമൻ വിളിക്കുന്നു. അടുത്ത ആള് ഏത് മാമനാ? ഏതോ മാമൻ വിളിക്കുന്നു. അവള് അടുത്ത് ചവയ്ക്കുന്നു. ചൂണയായിട്ട് കിട്ടത്തില്ല, നീ കല്ലുമായിട്ട് എടുക്കും. ഇപ്പൊ ഹാപ്പിയുടെ എടുത്തില്ല, അതേപോലെ കിണ്ണാച്ചി ഫോട്ടോ എടുക്കും. അതതിനകത്ത് കുടുങ്ങി കിടക്കുമ്പോ നമുക്ക് ആ ഹാപ്പി എടുക്കാം. തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു. മറ്റേ എവിടെ വിളിക്കും? കാത്തു കാത്തു കാത്തു. അതെടുത്ത് അങ്ങ് ദൂരോട്ടറി, അങ്ങ് പോട്ട്. ആ പോ. ഇനി കല്ലുവിനെ വെച്ചിട്ട് എടുക്ക്. അടങ്ങടി അടങ്ങടി, പുറത്ത് കയറരുത്. കാത്തു ജംപ്. ആ ഗുഡ്. ഇനി അവളുടെ ഇട, അവളെ നല്ലോണം കിട്ടും. ഫോട്ടോ മുടക്കി വന്നിട്ടുണ്ട് ഹാപ്പി. ഹാപ്പിയും ടൂണയാ ഫോട്ടോ മുടക്കി. ഇടി ടെസ അടങ്ങടി, അവിടെ പുറത്ത് കയറരുത്. ടെസ അടങ്ങ മാറി. അവള നീ സിറ്റ് പറഞ്ഞാൽ മതി. അതെങ്ങനെ? അതുകൊണ്ട് നീ നേരത്തെ കൂട്ട് ഹാപ്പിയുടെ എടുത്തോണം, തോളത്ത് കയറ്റി വെച്ചാൽ മതി. നല്ല ഫോട്ടോ കിട്ടും. കൊള്ളാടി, അടിപൊളി. ഒന്നും അനങ്ങാതെ 1 സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ നല്ല ഫോട്ടോ കിട്ടും. അങ്ങനെ നിൽക്കട്ടെ, നക്കത്തില്ല അവള്. അവളെ അവിടെ സിറ്റ് ആക്കിയിട്ട് കൈ പൊക്കി മേളി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കിട്ടും. അതിന്റെ അടിയിലൊരു ഫോട്ടോ മുടക്കി അതെടുത്ത് അങ്ങ് എറിയടി, അപ്പൊ അങ്ങ് പോകും. അങ്ങോട്ട്. ഓക്കെ. പോട്ടെ. സെറ്റ്. ഓക്കെ. ഇനി കൈ പൊക്ക്. അങ്ങനെ ഇരുന്നാലും മതി. നിന്റെ ഫേസിലോട്ടൊന്ന് നോക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ. അയ്യോ, 1 സെക്കൻഡ് ഒന്ന് കിട്ടിയാ മതി. അതാരാ? അവള് കാണിച്ചു തരാം. എന്താ വന്ന അടുത്തത്? പോസ് ചെയ്ത് അവള് പഠിച്ചിട്ടുള്ളവളാ. അങ്ങനെ കണ്ട, ഈസി ആയിട്ട് കിട്ടും. അടിപൊളി. വിളിക്ക്, മുഖത്തോട്ട് സ്നേഹമായിട്ട് വിളിക്കും. അടിപൊളി ഫോട്ടോ, കിണ്ണാച്ചി ഫോട്ടോ. കല്ലു ഇരിക്കും. അത് നീ അവളെ മൈൻഡ് ചെയ്യണ്ട. നീ അവളെ സിറ്റ് ആക്കി അവിടെ ഇരുത്ത്. കൊച്ചിന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞില്ലേ? ആ ഫോട്ടോ മതിയോ? എങ്ങാണ്ടെന്ന് വെയിലടിക്കും, നല്ല ഫോട്ടോ കിട്ടത്തില്ല. ഇതേപോലെ എങ്ങനെ ഫേസ് ടു ഫേസ് പറ്റത്തില്ലേ? പട്ടിയും കുട്ടിയും എന്നും പറഞ്ഞിട്ടിടാം. അവിടെ ഒരു കൈക്ക് 10 കിലോയാ. ഓക്കെ. അടി, അവള് പറയുന്നതാണോ ഒന്ന് ഇരുന്ന് കൊടുക്കടി. എന്നെ കണ്ട ഐശ്വര്യ റായെ പോലെ. ഇപ്പൊ കണ്ണ് എഴുതി വെച്ചേക്കുന്നോണ്ടിരിക്കും അവിടെ. കണ്ണ് നോക്കാം. ഇത് കണ്ട, ഇത് കണ്ണാ. നിന്റെ കണ്ണ് പേട്ട് കണ്ണ്. ഇത് ഓക്കെ. ഇനി ഒന്ന് കൈ പൊക്കി വെച്ചേ. കണ്ട, അവള് തന്നെ പൊക്കി വയ്ക്കും. അങ്ങനെ ഇരുന്നാലും മതി. അവളെ ശ്രദ്ധ തിരിക്കാനായിട്ട് കുറെ ആക്രികൾ അവിടെ കിടന്ന്. നീ വിളിച്ചാ മതി. സ്നേഹമായിട്ട് വിളിച്ചാ മതി. കല്ലൂന്ന് വിളിച്ചാൽ നോക്കും. അത് കൊള്ളത്തില്ല. ഫോട്ടോ പൊക്കി വെക്കണം. നല്ല ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ പട്ടീസ് ആംഗിളിൽ എടുക്കണം. പട്ടീസ് ആംഗിൾ ഇങ്ങനെ മാപ്പോട്ട്. അയ്യോ, ഞങ്ങള് താഴെ ഫേസ് ടു ഫേസ് കിടക്കാം. അത് നിന്നെ എല്ലാം കൂടെ പഞ്ഞിക്കിടാനാ. എല്ലാം ഇനി ഒന്നല്ലേ. അത് നിന്നെ പഞ്ഞിക്കിടത്തതേ ഉള്ളു. ഒരു ഫോട്ടോയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അവിടെ ഇരിക്കുന്ന മതി. ഞങ്ങൾ ഇങ്ങനെ കിടക്കാം. എങ്ങനെ? വേണ്ട അതെല്ലാം കൂടെ പഞ്ഞിക്കിടാം. അവളെ ഡൗൺ ആക്കി തരാം. ഇഞ്ഞു പാടി കല്ലോ, ഇഞ്ഞു വാ. ഇതാ ഇതാ അമ്മച്ചി.
ഈ ഫോട്ടോ വേണോടി ഇവരക്ക്? ആവശ്യമില്ല മോള് കട ഡൗൺ. ഇങ്ങനൊക്കെ കടല്ല. ബാക്ക്ഗ്രൗണ്ട് കൊള്ളത്തില്ല, കുഴപ്പമില്ല. പോയി പോയി പോയി. ഓക്കെ മതി, ഇന്നത്തെ ഫോട്ടോ കഴിഞ്ഞു. ടാറ്റാ. അതെന്താ അങ്ങനെ? എത്ര പേരെ കിട്ടി? ടെറി അടിച്ച്. എടി ഇതോ ഇല്ലേ ലവരാടെ അതിന് ഉണ്ട വാങ്ങിച്ച കളഞ്ഞേ, അത് ആരെങ്കിലും ചവച്ച് തിന്നു. ഇതാണ് മെയിൻ ശല്യം. മോനെ പുറത്ത് വിടാത്തതിന് മോന് വിഷമമൊന്നും തോന്നരുത് കേട്ടോ. കയ്യിലിരിപ്പ് കാരണം മാത്രം ആകത്തിട്ടേക്കുന്ന കേട്ടോ. ടെറിയുടെ ഫോട്ടോ എടുക്കാൻ പാടൊന്നുമില്ല, അവൻ എങ്ങനെ വേണേലും പോസ് ചെയ്ത് ടെറിയുടെ ഫോട്ടോ അനങ്ങാൻ പറയരുത് എന്നേ ഉള്ളൂ.